ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കറി വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഓർത്ത് നമ്മുടെ കോവലെ വല്ല കോവയ്ക്കായ ഉണ്ടോയെന്ന് നോക്കാമെന്ന് ഓർത്ത് ഞാൻ കോവയ്ക്ക പറിക്കാണ്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള കോവയ്ക്ക കിട്ടി കേട്ടോ. കുറച്ച് പെരയുടെ പുറത്തോട്ടൊക്കെ കയറിയപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വള്ളി ഇങ്ങനെ പടർന്നു വരുമ്പോൾ ഞാൻ കുറച്ച് പെരയുടെ പുറത്തോട്ട് കയറ്റി വിട്ടത്. മൈലാഞ്ചി എടുത്തതിന് ശേഷം ഇത് ഞങ്ങളെങ്ങനെ നടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റം ഇതുപോലെ ഞങ്ങൾ വെട്ടിയെടുക്കും. വെട്ടിയെടുത്തിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ വേരുകൾ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തണ്ടുകളാണ് നമ്മൾ നട്ടേക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലൊരു ബാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഇത് വെട്ടി നിർത്തിയേക്കുക. എന്നിട്ട് ഈ വെട്ടി നിർത്തിയ ഈ അറ്റം കണ്ടോ, ഇത് നമ്മൾ ഒരു ചട്ടിക്കകത്തോട്ട് നടും. അല്ലാതെ നമ്മൾ വലിയ തടിയുള്ള ഈ കമ്പ് പോലും ആവശ്യമില്ല നമുക്ക് നടാൻ. ഈ ചെറിയ ഇത് കണ്ടോ, ഈ ഒരു ചെറിയ കമ്പ് മതി നമുക്ക് നടാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇച്ചിരി കൂടെ നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടറ്റവും കൂടെ ഈ തലയും വാലും കൂടെ ഒരുമിച്ച് നമ്മൾ ഈ മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ട് വളർന്നു കഴിയുമ്പം ഇതിൻ്റെ നടുവ് വശം നമുക്കിങ്ങനെ വെട്ടി വിട്ടാൽ മതിയേ. അപ്പം ഇതിപ്പോൾ ഇച്ചിരി നീളമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇച്ചിരി നീളം കൂടുതലുണ്ട് നമുക്ക് അങ്ങനെ വെക്കാമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരു ചട്ടിക്കകത്തോട്ട് മണ്ണ് കൂട്ടി എന്നിട്ട് ഇല കൊഴിഞ്ഞിട്ട് അപ്പം തന്നെ അത് തളുത്ത് കയറും. അപ്പോൾ ഇതുപോലെ നട്ടാൽ മതി നമ്മൾ ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ അറ്റം കണ്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ മണ്ണ് വന്നിട്ടിട്ടാൽ മതി. രണ്ടറ്റമാണെന്നുണ്ടെങ്കിൽ കൂട്ടിമുട്ട നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് തലയും വാലും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് മണ്ണിലോട്ട് ഇറക്കണം. പൊട്ടിക്കിളുത്ത് തളിർത്ത് കഴിയുമ്പം നടുവശം നമുക്ക് വെട്ടി വിട്ടാൽ മതി. അങ്ങനെ അള്ളും മതി കേട്ടോ. അല്ലാതെ ഇതുപോലെയുള്ള തടി കഷ്ണങ്ങളൊന്നും വലിയ വലിയ കമ്പ് നട്ടാലും മൈലാഞ്ചി കിളുപ്പൊന്നും പറ്റില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യേല ഇടാനും തലയിൽ തേക്കാനുള്ള എല്ലാം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇല ഞാൻ എടുത്ത് തലയിൽ തേക്കുകയും എന്നിട്ട് ഇതങ്ങോട്ട് നട്ടു വെക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇലയെല്ലാം പറക്കിയെടുത്തിട്ട് നമുക്ക് ഈ തണ്ട് തന്നെ കൊണ്ട് നട്ടു വെക്കാം. നമ്മുടെ കയ്യിലോ തലയിലോ ഇടാനുള്ള ആവശ്യത്തിനുള്ളത് നമുക്ക് ഇതിലാണ് നട്ടുള്ളത്. ഇനി ഞങ്ങൾ നടാൻ വേണ്ടി ഇത്രയും കട്ടി കുറച്ച് നമുക്ക് വെട്ടിയാൽ മതി. ഇതെല്ലാം കൂടെ മണ്ണിലോട്ട് കൊണ്ട് ഇതുണ്ടോ, ചെറിയ സാധനങ്ങളാണ്. ഇതിൻ്റെ എല്ലാ കുട്ടികളും ശോഷിച്ചിരിക്കുന്ന കറ്റാർവാഴക്കുളയാണ് നമ്മൾ നോക്കേണ്ടത്. ചത്ത് കിടക്കുന്ന കറ്റാർവാഴക്കുളെ കൊച്ചിങ്ങനെ ആക്കിയതാണ്. ഞങ്ങൾ കോവലിൻ്റെ തൈ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം പോലും കിളുത്തില്ല. തൈയല്ല കമ്പ്. ഇരുമ്പ് പോയി. അപ്പം ഇതിലാണ് ഞങ്ങളിനി മൈലാഞ്ചി നടാൻ പോകുന്നത്. നമ്മളിത് ചെടിയുടെയൊക്കെ കാണിച്ചല്ലേ മുളകുണ്ടായത്, ഇട്ടിട്ടില്ല കാന്താരിയുടെ അല്ലേ. വളർന്നു വരുന്നത് ഞാൻ കാണിക്കാം. പിന്നെ കസ്തൂരി മഞ്ഞൾ കിളുത്ത് വരുന്നേ ഉള്ളൂ. അത് ചച്ചോലം ചരിഞ്ഞു പോയല്ലേ, ചരിഞ്ഞ് നട്ടതുകൊണ്ട് ബാമതി. അത്രയും സമയം അതിൻ്റെ പുറകെ പോയതുകൊണ്ട് കറി വെക്കുന്ന കാര്യം ഇച്ചിരി താമസിച്ചു പോയി. കാരണം മൈലാഞ്ചിയും നട്ടും പറക്കിയും ഇലയെടുത്തും എല്ലാം വന്നപ്പം ഇനി പെട്ടെന്ന് ചോറിനുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കണം. ചാറുകറി വെച്ചിട്ടുണ്ട്. ഇനി മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്ത് ഞാൻ വളരെ സ്പീഡിൽ ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേങ്കിൽ നമുക്കിതിൻ്റെ ഈ കോവയ്ക്ക മാത്രം നമ്മുടെ അഭ്യാസം നടക്കുകയില്ല, പെട്ടെന്ന് അരിയാനൊന്നും പറ്റി. അത് തന്നെയല്ല, ഇത് നമ്മൾ സ്പീഡിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യും മുറിയും. പിന്നെ കയ്യുറ ഇട്ട് ഇല്ലെങ്കിൽ അരിയണം. അത് എവിടെയാണെന്ന് പോലെ ഇനി തപ്പിയെടുക്കണം. കാരണം എനിക്ക് അതുകൊണ്ട് അരിയാനും സ്പീഡില്ല. കോവയ്ക്ക മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞാൽ പിടിവലിയ കേട്ടോ. 10 എണ്ണം ഉണ്ടെങ്കിലും അത് കറി വെച്ച് ഞാനത് എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ചുമന്നുള്ളിയോ സവോളയോ ഇതൊക്കെ ശകലം കൂട്ടിയിട്ടിട്ട് മെഴുക്കുവരട്ടി വെക്കാൻ നോക്കും. ഇച്ചിരി പച്ചമുളകൊക്കെ കൂടുതലേറെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് കിട്ടുമല്ലോ നമുക്ക്. അതിനു വേണ്ടിയാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഉള്ളൂ കൊള്ളത്തുള്ളൂ. പിന്നെ അതിലേക്ക് ശകലം കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കും. ഞാൻ ഈ സവോളയും പച്ചമുളകും ഒരു കടുവോളം ഒരു കുറച്ച് ഇഞ്ചിയും കൂടെ കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അതിന്. കരിയാപ്പിലയുടെയും ഈ ഇഞ്ചിയുടെയൊക്കെ മണം ഉണ്ടെങ്കിൽ മെഴുക്കുവരട്ടി നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ശകലം ഉപ്പൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ശകലം ഒരു വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു വെള്ളച്ചവയാണ്. ഇത് മൂടി വെച്ച് നമ്മളിങ്ങനെ ഇളക്കി പറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ്. ഇത് മാത്രം മതി, ചാറുകറി പോലും വേണമെന്നില്ല. എനിക്ക് മെഴുക്കുവരട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ഉണ്ടാക്കും. നല്ലോണം വെന്ത് കോവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കുറച്ച് വെണ്ണഞ്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെണ്ണഞ്ചി എന്ന് പറഞ്ഞാൽ വെണ്ണഞ്ചും കപ്പയും വൈകിട്ട് നമുക്ക് കുഴച്ച് വേവിക്കാം, പിന്നെ ബിരിയാണി പോലെയൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ കഴിയട്ടെ. ഇനി അതൊരു മിച്ചമുള്ളത് വെച്ച് നമുക്ക് കപ്പയ്ക്കകത്ത് ഇടാൻ വൈകിട്ടെന്ന് വെച്ചാൽ അപ്പോൾ വൈകിട്ടത്തെ പരിപാടിയും കഴിയും, ഉച്ചയ്ക്കത്തെ പരിപാടിയും കഴിയുമല്ലോ എന്ന് ഓർത്ത് നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ പറിച്ചെടുത്ത് വെച്ച് മൈലാഞ്ചിയുടെ ഒന്ന് അരച്ച് കൊച്ചിൻ്റെ തലയിലിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അവൾ തന്നെ നമുക്ക് അരച്ച് വരും. അപ്പം ഇവർക്ക് ആവശ്യത്തിനുള്ള ഞങ്ങൾ മറ്റു പിള്ളേർ ആരും ഉപയോഗിക്കുകയില്ല, ഞാനും ഉപയോഗിക്കില്ല. അപ്പം അവക്കുള്ളത് അവരുടെ തലയിലിടാൻ വേണ്ടി കിട്ടും. അതിപ്പം നല്ലവണ്ണം ഒരു മാസത്തിൽ ഒരു തടവെങ്കിലും വന്ന് ഇതുപോലെ തലയിലരച്ച് തേക്കും കേട്ടോ. അപ്പോൾ അവൾ പറയുന്നത് ഇത് തേച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഉരുവായും കൂടെ ചേർത്താണ് ഇവിടെ തലയിലിടുന്നത്. അപ്പോൾ നല്ല ഉറക്കവും കിട്ടും, അതേപോലെ താരനൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.